എന്നുള്ള FIR ആണ്. നേരത്തെ വന്നിരിക്കുന്നത് മർദ്ദനം അങ്ങനെ ആരോപണമായിരുന്നു. അത് തന്നെയായിരുന്നു എന്നൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. നേരത്തെ അങ്ങനെ തന്നെയാണോ? എനിക്ക് ഇതിനെക്കുറിച്ച് സത്യമായിട്ട് ഇതില്ല. എനിക്കിപ്പോൾ ഇത്ര പറയാനുള്ളൂ. ഞാൻ ഓപ്പൺ ആയിട്ട് ഇപ്പോൾ ഇന്ന് തന്നെ വന്ന് പറഞ്ഞതിന്റെ റീസൺ ഇത്രേ ഉള്ളൂ. ഇതൊരു ഫോൾസ് അലിഗേഷൻ ആണ്. ഇതൊരു ഡിഫെയിം ചെയ്യാനായിട്ടുള്ള ഒരു കരുതി കൂട്ടിയ ഒരു ശ്രമമാണ്. അതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്കെതിരെ സിനിമാക്കാർക്കെതിരെ എല്ലാ ദിവസവും ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്നുള്ളത് നമുക്ക് അറിയാം. അതൊരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ്. മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഇൻഡസ്ട്രി ഒന്നല്ല. ഇവിടെ അല്ലാത്ത ആൾക്കാരുണ്ട്. ഇവിടെ സിനിമ മുമ്പോട്ട് പോകണം, ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണം. അത് നടന്മാർ മാത്രമല്ല, എല്ലാവർക്കും വർക്കിംഗ് ആയിട്ട് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. അപ്പോൾ ഇതുപോലെ ഫോൾസ് അലിഗേഷൻസ് വരുമ്പോൾ എല്ലാവരും ഭയത്തിലാണ്. ആർക്കെതിരെ വേണമെങ്കിലും നമ്മളെ വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അത് ഇല്ലാതിരിക്കണം. അതിന് ആരൊക്കെ എന്റെ കൂടെ ഉണ്ടാവും എനിക്ക് അറിയണം. പക്ഷെ ആരില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാടും. സഹപ്രവർത്തകരായ പലർക്കെതിരെയും ആരോപണം വന്നിട്ടുണ്ടോ? ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട്, പലരും കേസ് കൊടുക്കുന്നു, പലരും മാറി നിൽക്കുന്നു. അപ്പൊ അവർക്കെതിരെ വന്നത് ഇതുപോലെ ഫോൾസ് അലിഗേഷൻ ആണെന്ന് ബോധ്യമുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ സംശയം? എനിക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് അറിയില്ല. അത് അവർ ഫൈറ്റ് ചെയ്യുന്ന കാര്യമാണ്. അത് എനിക്കൊന്നും അത് ഓൾറെഡി കേസായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് അവിടേക്ക് നടക്കട്ടെ. അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാനിങ്ങ് പോകുന്നില്ല. ഇനി മീഡിയനെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പിൽ ഞാൻ വരും. ഞാനൊക്കെ ഉണ്ടാവും. പക്ഷെ അനാവശ്യമായിട്ട് മീഡിയ ഇത് വളരെ ഭയങ്കര പീഡന കേസ് പ്രതി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നവരാണല്ലോ. അപ്പൊ നിങ്ങളും ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ച് ചെയ്ത് റിക്വസ്റ്റ് ആണ്. പക്ഷെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പോരാടാൻ തീരുമാനിച്ചില്ല.